നമസ്കാരം. താൻ അടുത്ത മുഖ്യമന്ത്രിയാവണമെന്ന് കേരളത്തിലെ 28% പേർ ആഗ്രഹിക്കുന്നുണ്ടെന്ന സർവേ ഫലം എക്സിൽ പങ്കുവച്ച ശശി തരൂരിനെതിരെ പ്രതിഷേധം കനക്കുകയാണ്. കേരള വോട്ട് വൈബ് എന്ന സ്വകാര്യ ഏജൻസിയുടെ സർവേ ഫലമാണ് തരൂർ കഴിഞ്ഞ ദിവസം പങ്കുവച്ചത്. UDFന്റെ വിജയസാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ് തരൂരിന്റെ പോസ്റ്റ് എന്ന വിലയിരുത്തൽ നാനാകോണുകളിൽ നിന്നും ഉയരുന്നതിനിടെയാണ് അടിയന്തരാവസ്ഥയിലെ ഇന്ദിരാഗാന്ധിയുടെയും സഞ്ജയ് ഗാന്ധിയുടെയും ക്രൂരതയ്ക്കെതിരെ ദീപിക പത്രത്തിൽ തരൂർ എന്ന ലേഖനം എഴുതിയത്. അക്കരയ്ക്കൽ നിൽക്കുന്ന തരൂരിൻ്റെ നിലപാടിന് പിന്നിൽ ഹിഡൻ അജണ്ട മണത്ത കോൺഗ്രസ് നേതാക്കൾ തരൂരിനെതിരെ എതിർപ്പ് പരസ്യമാക്കിയിട്ടുണ്ട്. അടുത്ത സർക്കാർ UDFൻ്റേതായിരിക്കുമെന്ന ഉറപ്പാണെങ്കിലും സർവേക്ക് ആധികാരികതയില്ലെന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. കോൺഗ്രസിൽ ധാരാളം വെള്ളം കോരികളും വിറക് വെട്ടികളുമുണ്ട്. അവരെയെല്ലാം ആക്ഷേപിക്കുന്നതാണ് സർവേയിലെ കണ്ടെത്തൽ. UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി UDF തീരുമാനിക്കുമെന്ന് കെ മുരളീധരനും പ്രതികരിച്ചു. സർവേ അനാവശ്യ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. തരൂർ ഏത് പാർട്ടിയെന്ന് അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ എന്ന് മുരളീധരൻ പ്രതികരിച്ചു. ഏറെക്കാലമായി ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന തരൂർ സ്വന്തം പാർട്ടി നേതൃത്വത്തോടാണ് ഇപ്പോൾ കലഹിക്കുന്നത്. ഇതിനു പിന്നിലെ ദുസൂചനകൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിരീക്ഷിച്ചു വരികയാണ്. താൻ പാർട്ടിക്ക് പുറത്തേക്കെന്ന സൂചനയാണ് തരൂരിൻ്റെ മോദി സ്തുതിക്ക് പിന്നിലെന്ന നിരീക്ഷണത്തിലാണ് കോൺഗ്രസ്.